വെൽക്കം ബാക്ക് ടു ഡൈനാമിക്സ് ഓഫ് മെഷീനറി. നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ റാലീസ് മെത്തേഡ്, എനർജി മെത്തേഡ് എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനേർഷ്യ എഫക്റ്റ് ഓഫ് ദി മാസ് ഓഫ് സ്പ്രിങ്. അതായത് ഒരു ഷാഫ്റ്റിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിന്റെ മാസ് കൺസിഡർ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. വെൻ മാസ് ഓഫ് സ്പ്രിങ് കൺസിഡർ സോ ഫാർ ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ്. ഇത്രയും കാലം നമ്മൾ സ്പ്രിങ്ങിന്റെ മാസ് നെഗ്ലക്ട് ചെയ്തിരുന്നു. എം ഡാഷ് ഇസ് ദ മാസ് ഓഫ് സ്പ്രിങ് വയർ പെർ യൂണിറ്റ് ലെങ്ത്. എം ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ്, വി വെലോസിറ്റി ഓഫ് ഫ്രീ എൻഡ് ഓഫ് ദ സ്പ്രിങ് അറ്റ് ദ ഇൻസ്റ്റന്റ് അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, L is the total length of spring wire. Consider an element length delta y. Delta y length ഉള്ള ഒരു എലമെന്റ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് അറ്റ് എ ലെങ്ത് y മെഷേർഡ് ഫ്രം ദ ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് എലമെന്റ് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് എം ഡാഷ് ഇൻറ്റു ഡെൽറ്റ y ആണ് വരിക. എം ഡാഷ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ എൽ ഇൻറ്റു വി സ്ക്വയർ. ആ പെർട്ടിക്കുലർ പോർഷനിലെ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. വൈ ബൈ എൽ ഇൻറ്റു വി സ്ക്വയർ. ഇനി നമുക്ക് ആ കൈനറ്റിക് എനർജി ഓഫ് സ്പ്രിങ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to L ആണ് ടോട്ടൽ ലെങ്ത്. 1/2 എം ഡാഷ് വി സ്ക്വയർ പുറത്തേക്ക് എടുത്തു, വൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് വരും. സോ കോൺസ്റ്റന്റ് ടേമുകൾ വരുന്നത് 1/2 എം ഡാഷ് വി സ്ക്വയർ divided by L square. So you can integrate the term 0 to L y square dy. Then you will get y cube by 3, that is equal to L cube by 3. Here will be L square and L cube, it will cancel, and L by 3 will be there. That is 1/3 of 1/2 into m dash L v square വരും. ഈ 1/3 എന്ന് പറയുന്നത് ഒഴികെയുള്ള ബാക്കിയുള്ള ടേം 1/2 ഇൻറ്റു മാസ് ഓഫ് സ്പ്രിംഗ് ആണ് എം ഡാഷ് എൽ എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് ഫ്രീ എൻഡ് ആണ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് കൈനറ്റിക് എനർജി ഓഫ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്പ്രിംഗ് മൂവിങ് വിത്ത് സെയിം വെലോസിറ്റി ആസ് ദ ഫ്രീ എൻഡ്. അപ്പോൾ 1/3 ആണ് ആ ഒരു ടേം വരുന്നത് എന്നുള്ള ഡിഫറൻസ് ആണ് വരുന്നത് മാസ് കൺസിഡർ ചെയ്യുമ്പോൾ. ഷോ ദാറ്റ് ദ ഇനേർഷ്യ എഫക്റ്റ് ഓഫ് ദ സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു ദാറ്റ് 1/3 ഓഫ് മാസ് ഓഫ് സ്പ്രിംഗ് കോൺസെൻട്രേറ്റഡ് അറ്റ് മാസ് ഓഫ് സ്പ്രിംഗ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി ഫ്രീ എൻഡ്. അപ്പൊ അതാണ് അതിന്റെ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇക്വാലന്റ് മാസ് ഓഫ് ഫ്രീ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എം പ്ലസ് എം 1/3 എന്ന് എടുക്കാം. m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ സ്പ്രിംഗ്. So the frequency will be Fn is equal to 1/2 pi root S by S means K, spring constant or spring stiffness, divided by m plus m1/3. That is 1/3 of that spring mass of spring. It can be noted that the net force on the spring at any instant tending to restoring the vibrating mass to equilibrium position is x, which proportional to the distance. Delta is proportional to the distance displacement of mass. A vibrating system due to elastic force, the restoring force is proportional to displacement from equilibrium position. The frequency of it will always be given by, അതായത് നമ്മൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ Fn is equal to 1/2 pi root K by m എന്ന് എഴുതുന്ന പോലെ അല്ലെങ്കിൽ root S by m എന്ന് എഴുതാം. അവിടെയുള്ള ഇക്വലന്റ് നമുക്കറിയാം എം ജി is equal to S into delta, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡെൽറ്റ ആണ്. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് പറഞ്ഞാൽ എം ജി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് ഈ ഇക്വേഷന് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി ബൈ ഡെൽറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം ജി ബൈ ഡെൽറ്റ ഡിവൈഡ് ബൈ എം ആണ്. എസിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എമ്മും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ജി ബൈ ഡെൽറ്റ എന്ന് വരും. ഡെൽറ്റ ആണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അണ്ടർ സസ്പെൻഡഡ് മാസ്. നമുക്ക് അതിന്റെ പ്രോബ്ലംസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ എ റോഡ് ലെങ്ത് എൽ സസ്പെൻഡഡ് വെർട്ടിക്കലി ഈ സസ്പെൻഡഡ് അറ്റ് ദ ഫ്രീ എൻഡ്. ഫിഗർ 1 ഫിഗർ 1 എയിലുള്ള പോലെ തന്നെ നമ്മളൊരു സ്പ്രിങ് ഒരു മാസ് കൺസിഡർ ചെയ്യാണ്. എ ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ റോഡ്, എൽ ഇസ് ദ ലെങ്ത് ഓഫ് റോഡ്, വൈ ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ റോഡ് ഓഫ് മെറ്റീരിയൽ. ഫ്രീക്വൻസി പറഞ്ഞാൽ 1/2 പൈ റൂട്ട് ജി ബൈ ഡെൽറ്റ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് ജി ബൈ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എം ജി എൽ ഡിവൈഡഡ് ബൈ എ ഇ എന്നുള്ള ഒരു ടേം ഉണ്ട് ഡെൽറ്റയുടെ. അപ്പൊ ആ ഫംഗ്ഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിയും WL/AE എന്നാണ് നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുക. വെയിറ്റ് ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ ഡെൽറ്റ ഇ എന്നുള്ള ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ യു വിൽ ജി ആൻഡ് ജി വിൽ ക്യാൻസൽ 1/2 പൈ AE നോട്ട് ഡെൽറ്റ AE divided by ML.
So if there a mass is suspended, the roles also consider. Frequency will be 1 by 2 pi root AE divided by equivalent mass will be m plus m1 by 3 into L. Is it clear? Now determine the equivalent spring stiffness and the natural frequency of following vibrating system when a mass is suspended to a spring. Second one, suspended to bottom of two spring at series. Third one, fixed between two spring. രണ്ട് സ്പ്രിങ്ങിന്റെ ഇടയിൽ ഒരു മാസ്. ഫോർത്ത് വൺ ഡി, മാസ് ഈസ് ഫിക്സഡ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് സ്പ്രിംഗ്. മാസ് ഈസ് ഫിക്സഡ് ടു എ ബാർ ജോയിനിങ് ഫ്രീ എൻഡ് ഓഫ് ദ സ്പ്രിംഗ്. ഓക്കെ, അപ്പൊ ആ ഫിഗേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ എസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് 5 Newton/mm തന്നിട്ടുണ്ട്, S2 തന്നിട്ടുണ്ട് 8 Newton, എം 10 kg, എ 20, ബി 12 mm. സോ എല്ലാ കേസുകളിലെയും ഡിസ്റ്റൻസും വാല്യൂസും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ സ്റ്റിഫ്നെസ് 1 by 2 pi root k by n അല്ലെങ്കിൽ root s by m ആണ്. അതിന്റെ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 by 2 pi 5 into 10 raised to 3 5 into 10 raised to 3 divided by 10 is equal to 3.56 hertz. And here the second force, spring force will be same as two spring, but static deflection will be different. So S is the equivalent stiffness of two spring. So deflection of mass m is equal to deflection of spring 1 plus deflection of spring 2. That is mg by S is equal to mg by S1 plus mg by S2, or 1 by S is equal to 1 by S1 plus S2. S is equal to that is equal to S is equal to S1 into S2 divided by S1 plus S2, or frequency Fn is equal to 1 by 2 pi root k by m. So you can just substitute the equivalent stiffness here. You will get S1 S2 divided by S1 plus S2 into m. So you just directly substitute, you will get the value 2.79 hertz. This is the equation of for a series connection. Now let us see, if a mass is placed in between two springs, that is spring will be different but the deflection will be the same for the two spring. And അതായത് ഒരു പാരലൽ ഇതിന് ഈക്വൽ ആയിരിക്കും, ഡിഫ്ലക്ഷൻ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ ഓഫ് ഈച്ച് സ്പ്രിംഗ് മാസ് എം, നെറ്റ് ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്പ്രിംഗ് ഫോഴ്സ് ഇൻ 1 പ്ലസ് സ്പ്രിംഗ് ഫോഴ്സ് ഇൻ second. Next, S delta is equal to S1 delta plus S2 delta, or S is equal to S1 plus S2 plus etc. പാരലൽ ഫോഴ്സ് ആകുമ്പോൾ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8 plus 5 is equal to 30 Newton/mm ഇക്വാലന്റ് വരും. സോ ജസ്റ്റ് ഇക്വേഷനിൽ ഇക്വാലന്റ് സ്റ്റിഫ്നെസിന്റെ വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5.74 എന്ന് വരും. The spring coefficient of a coiled spring is inversely proportional to number of coil of the spring. As the mass is fixed at the midpoint, the number of coil become half each side. Stiffness of the spring on each side is equal to S1 divided by 1 by 2, that is equal to 2S1. So now the system is similar to case 3. So for the system similar to C ആണ് midpoint ആയതുകൊണ്ട്, so നമുക്ക് അത് എന്ത് എഴുതാം, spring stiffness is equal to 2S1 plus 2S1, that is 4S1. Again the equivalent spring stiffness 4S1, you just substitute, you will get the value. Okay, now let us move for another case. Here there will be distance x1, x, a, b. Two springs are there, mass is attached at a distance of a from the spring a1 and b from spring 2. Total vertical height to the second one is m x2 and first one is x1, and mean distance is x. These are the given data. So the spring forces as well as the static deflection of two spring will be different. So spring force in first one, that is equal to mg into b divided by a plus b. Spring force in 2 is equal to mg into a divided by a plus b. Deflection of 1, that is delta 1, is equal to mg divided by b by a plus b into 1 by s1. Deflection of 2 will be spring force into 1 by s2. So assume that the deflection of 2 is more than deflection of 1. So delta is equal to delta 2 minus delta 2 minus delta 1 into b by ba plus b. So here you can write it as mg into a divided by a plus b divided by 1 by s2 minus a by a plus b into 1 by s2 minus b by a plus b 1 by s1 into b by a plus b. So you can take the common term, that is mg divided by a plus b. Here first term will become a divided by s2 minus ab divided by s2 a plus b b square divided by a plus b s1. So on rearranging, you can write it as the common term s1 s2 a plus b is the denominator. So here is a
first term S2, so you have to multiply A plus B into S1 in the numerator, and here will be S2 A plus B. So S1 you have to multiply S1 AB. Here is B square, and denominator S1 into A plus B. So you can multiply S2 here. S2 B square will be here. S1 AB is in the second term. So first term will become like this. Okay, A square S1 plus A plus AB S1. So finalizing the equation, delta is equal to mg into A plus B whole square into A square by S2 plus B square by S1. So total spring force is equal to force in spring 1 plus force in spring 2, that is S delta is equal to S1 delta 1 plus S2 delta 2. So just substitute here, total spring force is S into mg into A plus B whole square, A square by S2 A plus B square by S1. So here will be force in first spring is S1 mg A plus B, sorry B by A plus B into 1 by S1, and here S2 mg A by A plus B 1 by S2. Here you can rewrite it as common term will come outside. So S into 1 by A plus B, mg get cancelled. A square by A square plus B square by S1. Outside will become like this, B plus A, B plus A. All other term will get cancelled. Okay. So the equivalent S is equal to A plus B whole the square divided by A square by S2 plus B square by S1. Here with this S. So you can change this side to the right side of the equation. So you will get like this. So frequency you can find it out. This is the equivalent spring thickness, and this equivalent spring thickness you spring stiffness can be applied in the equation. Directly substitute the value 1 by 2 pi root of S by M. S by you can substitute the value in here S. So you will get 36 ed. Or alternatively, you can find it as 1 by 2 pi root G by delta, or G divided by mg divided by AB A plus B square A square plus S2 plus B square by S1. Same expression. Actually, this is the alternate expression. Okay. Next problem. Determine the frequency of a circular vibration of system shown in figure A and B. Neglect of the mass of the pulley. So here force on each spring is 2W. Here is S2, S1. Tension will be W. Okay, weight is W is equal to mg. This is first figure. So deflection of mass M is equal to 2 into deflection of spring 1 plus 2 into spring of spring 2. Here 2 tension will act in the spring. So you can simply write it as 2 into deflection 2W divided by S1 for first spring, 2W divided by S2 for second spring. So you will get a 4 mg S1 plus S2 divided by S1 S2. So directly we can find the natural frequency of the system. Second case here W by 2 and S1, the spring stiffness S1 and the spring stiffness S2. W is equal to mg. So force in the spring 1 is equal to W, force in the spring 2 is equal to W by 2. The deflection of mass is equal to deflection of spring 1 plus deflection of spring 2. So delta is equal to delta 1 plus delta 2. Delta 1 is equal to W by S1 plus 1 by 2 into W2 divided by S2. So mg into 1 by S1 plus 1 by 4 S2. So mg is equal to 4 S2 plus S1 divided by 4 S1 S2, or the natural frequency is equal to Wn equal to root G by delta U equal to 4 S1 S2 divided by S1 plus 4 S2 M. Okay. Determine the equation of vibration of a water column U-shape tube as shown in figure. This is the a U-type tube consisting of a fluid, and the normal height, level height is h, and the distance to the upper limit or the base is x, and here it is representing total length L, and BB is there. So let Newton's method, apply Newton's method. Let A is the area of cross section of tube, density of material rho, L is the total length of water column, inertia force plus external force should be equal to 0. So inertia force mass into acceleration rho AL into x dot, that is called the acceleration. A into L is the volume, mass by volume. So volume get cancelled. This will be mx double dot acceleration. And the second weight of the water above HH. Height in a mole
വാട്ടറിന്റെ പ്രഷർ ആണ് നോക്കുന്നത്. സോ റോ ഇൻറ്റു എ ഇൻറ്റു 2x. ദിസ് ഹൈറ്റ് വിൽ ബി x പ്ലസ് x, ദാറ്റ് ഇസ് 2x, or x double dot plus 2g by l x. So this will be the equation. By using energy method, kinetic energy plus potential energy, differential for kinetic energy plus potential energy is constant, or kinetic energy is equal to half mv square potential, or 1 by 2 rho l x dot square. Potential energy work transferred by water column to length of x RHS to LHS, mgx is equal to rho ax into g into x, or rho a g x square. That is d by dt of 1 by 2 rho al x dot square plus rho a g x square equal to 0, or 1 by 2 rho l. You can just differentiate the equation. You will get x double dot plus 2g divided by l into x is equal to 0, or natural frequency നമുക്ക് എന്ത് ചെയ്യാം 2g divided by l എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഇങ്ങനെ ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ ഫിക്സഡ് ആണ്, ഇവിടെയും ഫിക്സഡ് ആണ്. ഇവിടുത്തെ സ്പ്രിങ് S2 ആണ്, ഇവിടെ L2 ഡിസ്റ്റൻസ്, ടോട്ടൽ ലെങ്ത് L1, here S1, and mass m or mg. W is equal to mg. So force in spring F1 is equal to W, force in spring 2 is equal to W into L1 by L2. So deflection of mass is equal to deflection of spring 1 plus L1 by L2 deflection of spring 2. You just substitute the value deflection of spring W by S1 into plus L1 by L2 into W into L1 by L2 divided by S2, or common term you can write it, take it outside, W or 1 by S plus L1 by L square divided by S2, or mg into S1 plus S2 plus S1 L1 by L2 square divided by S1 S2, or natural frequency is equal to g by delta. For natural frequency you can find as 1 by 2 pi fn is equal to root g by delta, or just substitute the equation. Okay, thank you.